ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ നാളായല്ലേ കണ്ടിട്ട്. പനി ചുമയ്ക്കായിരുന്നു. പിന്നെ ഒരു തിരുവനന്തപുരം ട്രിപ്പ് ഉണ്ടായിരുന്നു. വയനാട് ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് നേരെ തിരുവനന്തപുരത്തേക്ക് പോയി. അപ്പോഴാണ് പിന്നെ പനി ചുമക്കായിട്ടാണ് പിന്നെ വന്നത്. തിരുവനന്തപുരം പോയി എൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോഴേക്കും നല്ല പനിയായി. ഇവിടുന്ന് പോയി അവിടെ എത്തിയപ്പോഴേക്കും പനി തുടങ്ങി. പിന്നെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു ഇത് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ചോറ് വെച്ചിട്ട് ഞാൻ നേരെ എൻ്റെ ഓർഡേഴ്സൊക്കെ എടുക്കാനും പലർക്കും റിപ്ലൈ കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ DTDC ത്രൂ അല്ലെങ്കിൽ ഇന്ത്യ പോസ്റ്റ് ത്രൂ ഒക്കെ കൊറിയർ ചെയ്തിട്ട് അത് അയച്ചു എന്നുള്ളതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് രാവിലെയാണ് ചില ദിവസങ്ങളിലൊക്കെ ഇരിക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴേക്കും വന്നപ്പോഴേക്കും ചോറ് തിളച്ചു. അത് തെർമൽ കുക്കറിലേക്ക് ആക്കിയിട്ട് മുരിങ്ങയിലക്കറി വയ്ക്കാനുള്ള പരിപ്പ് കുക്കറിലിട്ടതാണ്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നതാണ് ഈ തെർമൽ കുക്കറിനെ പറ്റിയിട്ട്. ഒന്ന് വീഡിയോയിൽ പറയുമോ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് പറയുമോ എന്നുള്ളത്. ഞാൻ പലതവണ പറഞ്ഞിട്ടുമുണ്ട്, പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ചിലവരത് കണ്ടിട്ട് എല്ലാ വീഡിയോയും കണ്ടു കാണില്ലല്ലോ. ശരിക്കും തെർമൽ കുക്കറിൽ ചോറ് വയ്ക്കാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ കുക്കറിൽ ചോറ് വെച്ചിരുന്നാണ് കുറേ കൊല്ലങ്ങൾ ഞാൻ കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുക്കർ ഭയങ്കര ഈസിയാണെന്ന്. പക്ഷേ പിന്നെ തെർമൽ കുക്കർ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കുക്കറിനേക്കാളും വളരെ ഈസിയാണല്ലോ തെർമൽ കുക്കറിലെന്ന്. അത് യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചു നോക്കൂ, വളരെ ഈസിയാണ്. പിന്നെ ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത് QB എന്നുള്ളതാണ്. ഇവിടെ ഷോപ്പിൽ നിന്ന് കോട്ടക്കൽ ഏതൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ടാഗ് ചെയ്ത് വെക്കാം. ഇത് ഓൺലൈനിൽ QB എന്നുള്ള ബ്രാൻഡ് ഇല്ല, പക്ഷേ 1.5 kg ഏകദേശം ഇതുപോലെ വരുന്ന ഇതേ ഒരു എന്താ പറയുക ഡിസൈനും കാര്യങ്ങളും ഇത് സ്റ്റീലിൻ്റെയാണ് ഒക്കെ വരുന്നത്. ഞാൻ ടാഗ് ചെയ്ത് വെക്കാം. ഇത് ക്ലോത്ത് ഡ്രൈയിങ് സ്റ്റാൻഡ് രാത്രി ഇങ്ങോട്ട് കയറ്റി വയ്ക്കുന്നതാണ് അകത്തേക്ക് വർക്ക് ഏരിയയിൽ. പിന്നെ രാവിലെ ചെറിയൊരു മഴയൊക്കെ ഒന്ന് വിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ പുറത്തേക്ക് എടുത്ത് വെച്ചതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റൽ തന്നെയാണ് ഈ മഴക്കാലത്ത് പണി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നൈസ് പത്തിരിയാണ്, അതിലേക്ക് ചിക്കൻ കറിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ചിക്കൻ കറി വെച്ചപ്പോൾ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായി ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഫ്രൈ ആക്കൽ ഇപ്പോൾ വീണ്ടും അത് ഞാൻ കറി വയ്ക്കാൻ തന്നെയാണ് തുടങ്ങുന്നത്. ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചു, പക്ഷേ ഇപ്പോൾ നൈസ് പത്തിരി ഉണ്ടാക്കിയപ്പോൾ അതിലേക്കൊരു പെട്ടെന്ന് നോക്കിയപ്പോൾ എന്നാൽ ശരി അതെടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, കറി വയ്ക്കാൻ വിചാരിച്ചു. അധികം പൊട്ടറ്റോ ഒക്കെ ഇനിയിപ്പോൾ അതിലിടുക, കഷ്ടം കുറവാണ്. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് രാവിലെ മാങ്ങ പെറുക്കലുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് കഴിയാറായി. ഇപ്പോൾ ആകെ കുറച്ച് മാങ്ങയായി. ഇനിയിപ്പോൾ മാങ്ങ ഒന്നും കിട്ടില്ലല്ലോ, നാടൻ മാങ്ങയാണ്, പഞ്ചാര മാങ്ങ എന്നോ എന്തോ പറയും. ഇത് വെച്ചിട്ടായിരുന്നു മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. എണ്ണ പോലെ തുടങ്ങുന്നേ ഉള്ളൂ. ഇത് ഇന്നലെ നന്നാക്കി വെച്ചതാണ് മുരിങ്ങയില. അപ്പോൾ കഴുകാൻ തുടങ്ങിയപ്പോഴാണ് അതിൽ വീണ്ടും ചെറിയ ചെറിയ കമ്പുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഒന്നുകൂടി എടുത്തിട്ട് ഞാനാക്കുന്നത് ശരിയാക്കുകയാണ്. തേങ്ങ ചിരകാൻ തുടങ്ങിയപ്പോൾ ഞാൻ വാരി തിന്നിട്ടില്ല. അപ്പോൾ ഒരു മുറി ചിരകി കഴിഞ്ഞതിന് ശേഷമാണ് അടുത്തതിന് വെയിറ്റ് ചെയ്ത് ആദ്യത്തെ ആ തേങ്ങയില്ലേ അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നതാണ്. ഇത് ചിക്കൻ കറിയിലേക്കുള്ള സവാളയാണ്. ഞാൻ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സവാള ഇന്നലെ രാത്രിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ അത് രാവിലെ എടുത്തിട്ടപ്പോൾ നന്നാക്കുന്നത്. ഇത് പാല് വാങ്ങിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ബോട്ടിൽ ഞാൻ റെഡിയാക്കി വെച്ചതാണ്. ഏട്ടൻ കൊണ്ടുതരും. സൊസൈറ്റിയിൽ നിന്നാണ് വാങ്ങിച്ചിട്ട് വരിക.
ഈ മുരിങ്ങയില കിട്ടുന്ന സമയത്ത് തന്നെ അത് എത്രയും മണിക്കൂറുകൾ കൊണ്ട് തന്നെ നന്നാക്കി യൂസ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. ഞാൻ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാറുണ്ട്. ഞാൻ എല്ലാ കാര്യവും അതിൻ്റെ ചിട്ടയോട് കൂടിയിട്ടൊന്നുമല്ല ചെയ്യാറ്. കുറേയൊക്കെ നമ്മുടെ സൗകര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ചിട്ടയോട് കൂടി നോക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലൊന്നും ഒരു സാധനം വെക്കാൻ പറ്റില്ലല്ലോ. ഫ്രിഡ്ജിൽ വെക്കുന്നതിന് എന്തൊക്കെയോ ദോഷങ്ങൾ പറയും, അത് ഇത് എന്നൊക്കെ പറയും, തലേന്നത്തെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല. ഞാൻ നമ്മളുടേതായ കുറേ സൗകര്യങ്ങളും അങ്ങനെയൊക്കെ കൂടി എല്ലാം കൂടി നോക്കിയിട്ടാണ്. ചിട്ടകൾ കുറച്ചുണ്ട്, സൗകര്യങ്ങൾ കുറച്ചുണ്ട്, എല്ലാം കൂടി നോക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതേപോലെ എൻ്റെ തേങ്ങ വാരി തിന്നൽ കാണുമ്പോൾ ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കും. പക്ഷേ എന്ത് ചെയ്യാം, എനിക്കിഷ്ടമാണ്. ഞാനിത് ചെറുപ്പത്തിൽ തന്നെ ഉള്ള ഒരു ശീലമാണ്. അത് നല്ല ശീലമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, ചീത്ത ശീലമായിട്ടും പറയുന്നില്ല. അത് എൻ്റെ ഒരു ശീലമാണ്. അത് ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കും. പക്ഷെ അത് ഇത് ഫോളോ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. ഞാനിങ്ങനെയാണ്. നമ്മളെല്ലാം കൊണ്ടും എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊന്നുമില്ല. ഞാൻ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് അല്ലല്ലോ. അപ്പോൾ ഇതിലും ഇത് പെർഫെക്റ്റ് അല്ല എന്ന് വിചാരിച്ചാൽ മതി. ഇത് എൻ്റെ ഇഷ്ടങ്ങൾ. നമുക്ക് നമ്മളെ വീട്ടിലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേണമെങ്കിൽ വീഡിയോയിൽ ഇടാതിരുന്നൂടെ എന്ന് ചോദിക്കാം. ഇതത്ര മോശമായ കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് കാരണം ഞാൻ വീഡിയോയിൽ ഇടുന്നുണ്ട്. ഇത് ചക്ക വറുത്തിടാൻ വേണ്ടിയിട്ട് ഉള്ളി ചതച്ചിട്ടതാണ്. കടുകും ഉള്ളിയൊക്കെ വെളിച്ചെണ്ണയിൽ ചതച്ചിട്ടതാണ്. അതിലേക്ക് കുറച്ച് വറ്റൽമുളക്, ഇങ്ങനെ ക്രഷ് ചെയ്ത വറ്റൽമുളകും ഇട്ടിട്ടുണ്ട്. ഞാനിത് ഇന്നലെയല്ല മിനിഞ്ഞാന്ന് ചക്ക കിട്ടിയപ്പോൾ വേവിച്ച് വെച്ചതാണ്. അത് നല്ലോണം മൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചുള പറിച്ച് വെച്ചാലും ചിലപ്പോൾ അതിങ്ങനെ ഒരു മധുരം വരുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോഴേ അത് വേവിച്ച് വെച്ചു. അപ്പോൾ വേറെ എന്തൊക്കെയോ ഉപ്പേരിയുള്ള കാരണം പിന്നെ അത് വറുത്തിട്ടോ ഉപയോഗിച്ചോ ഒന്നുമില്ല. അതങ്ങനെ തണുത്തപ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ അതിനെടുത്തിട്ട് ഇപ്പോൾ വറുത്തിടുകയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ വറവിട്ടേക്ക് ഇതങ്ങ് കൊട്ടി കുറച്ച് നേരമൊക്കെ ഇളക്കി അങ്ങനെയൊക്കെ ആക്കണം. അപ്പം ഞാൻ വേറെ വലിയ പാത്രമൊക്കെ എടുത്ത് അതൊരു എൻ്റെ അടുത്താണെങ്കിൽ ചെറിയ എല്ലാത്തിനും വറുത്തിടാൻ വേണ്ടിയിട്ട് ആ പാത്രമുണ്ട്. അപ്പോൾ പിന്നെ അതിലേക്ക് ആക്കിയിട്ട് പിന്നെ ഈ ഫ്രിഡ്ജിൽ വെച്ച പാത്രമില്ലേ അതിലേക്ക് ഞാൻ ഈ വറുത്തിട്ട് അതെല്ലാം അതിലേക്ക് കൊട്ടി പിന്നെ വീണ്ടും നന്നാക്കി ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചതാണ്. ഇന്നെന്തോ സൂര്യൻ നേരത്തെ തന്നെ ഒരുങ്ങി വന്നിട്ടുണ്ട് സ്കൂളിൽ പോകാൻ. 8:25 ആയപ്പോഴേക്കും ഞാൻ റെഡി പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം അവനുള്ള ചായ കൊടുത്തതാണ്. അവൻ എഴുന്നേറ്റതിന് ശേഷം പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. പത്തിരിയൊക്കെ ചുട്ടാവുന്നേ ഉള്ളൂ. അവനുള്ളതായി. അപ്പോൾ അവനങ്ങ് കൊടുത്തു. പിന്നെ അവനുള്ളത് പാലായിരുന്നു ആദ്യം ഞാൻ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കട്ടൻ ചായ ആണല്ലോ. അപ്പം പിന്നെ ഇത് ഞാൻ ഇരുന്ന് കഴിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ ഇരുന്ന് കഴിക്കാൻ വിചാരിച്ചു. അപ്പോഴേക്കും ഞാൻ കൊണ്ടുപോകാനുള്ള ലഞ്ച്, രണ്ടുപേർക്കും കൊണ്ടുപോകാനുള്ള ലഞ്ചൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതാണ് അതിൻ്റെ ഇടയിൽ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അവരൊക്കെ പോകാൻ നിൽക്കുമ്പോഴേ ഈ ട്രോളി ബാഗ് അവിടെ ഇരിക്കുന്നത് തിരുവനന്തപുരം പോകുമ്പോൾ കൊണ്ടുപോയതാണ്. അപ്പോൾ അതങ്ങനെ മേലേക്ക് എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഏട്ടൻ പോണേൻ്റെ മുന്നേ അതിന് ഇതൊന്നും അങ്ങോട്ട് മേലേക്ക് വെക്കുമോ എന്ന് പറഞ്ഞിട്ട് അത് വെപ്പിച്ചതാണ്. ഇങ്ങനെ ഓരോ റൂമിലും അങ്ങനെ മുകളിൽ ഇതേപോലെയുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതായത് ബാത്റൂമിൻ്റെ മുകളിൽ വരുന്ന സ്റ്റോറേജ് സ്പേസാണ്. അപ്പോൾ അവിടെ ഇതേപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ടുവയ്ക്കാം. അവിടെ ടൈൽസൊക്കെ ഇട്ട് നന്നായിട്ട് നീറ്റാക്കി വെച്ചിട്ടുമുണ്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞില്ലേ ബാത്റൂമിന് മുകളിലുള്ള സ്റ്റോറേജ് സ്പേസ് നമ്മൾ ആദ്യം വിചാരിക്കും അതിലാകെ സാധനങ്ങൾ കൊണ്ടുപോയി ഡംപ് ചെയ്തിട്ട് അതാകെ കച്ചറയായി പോവില്ലേന്ന്. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ വെക്കണ്ടു. ആവശ്യമില്ലാത്ത സാധനങ്ങൾ അപ്പോഴപ്പോഴേ വെറുതെ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കരുത്. ഏതെങ്കിലും കാലത്തിന് 10 വർഷം കഴിഞ്ഞിട്ട് യൂസ് കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും കൊണ്ടുപോയി വെക്കരുത്. അതായത് വല്ല എന്തിൻ്റെങ്കിലും കുറഞ്ഞ ടി-വിൻ്റെ കവറോ ഫ്രിഡ്ജിൻ്റെ കവറോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോഴേ ഒഴിവാക്കണം. അതൊന്നും നമ്മൾ പിന്നെ അത് ചിലവർക്ക് ഒഴിവാക്കാൻ ഒരു മടി, എന്തെങ്കിലും കാര്യത്തിന് അതിന് യൂസ് ആകുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനത്തെ ഒന്നും കൊണ്ടുവയ്ക്കരുത്. നമുക്ക് അത്യാവശ്യം യൂസ് ഉണ്ടാവുമെന്ന് തോന്നുന്ന വളരെ ചുരുക്കം സാധനങ്ങളെ അതിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കാവുള്ളൂ. അല്ല അതൊന്നും നമ്മളെ കണ്ണിൽ കാണണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ട് വയ്ക്കുക, അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ 3 വർഷം ആവാറായി. അതിൻ്റെ ഉള്ളിൽ അതിന് മാത്രം സാധനങ്ങളൊന്നുമില്ല. കുറേ വലിയ വലിയ സാധനങ്ങൾ ഇതേപോലെ ട്രോളി ബാഗ് പിന്നെ അങ്ങനെയുള്ള എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളാണ് ഇപ്പോൾ 3 ബാത്റൂമിൻ്റെ മുകളിലുണ്ട് ഇതേപോലെ. അപ്പോൾ നമുക്ക് നല്ല സൗകര്യമാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ടൈൽസ് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ സാധാരണ ടൈൽസ് അല്ല, കുറച്ച് എന്തെങ്കിലും ഡാമേജ് എന്തോ വന്നുള്ള പല കളറുകളുള്ള ടൈൽസ്. അതിൻ്റെ മുകളിൽ ആരും നോക്കി കാണുന്നില്ലല്ലോ. അപ്പോൾ വില കുറഞ്ഞിട്ട് നമ്മൾ ടൈൽസൊക്കെ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത കൂട്ടത്തിൽ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് വില കുറഞ്ഞിട്ട് ടൈൽസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വിരിച്ചിരിക്കുകയാണ്.
അപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും വൃത്തിയാക്കാനൊക്കെ നല്ല ഈസി ആയിട്ടിരിക്കും. അപ്പോൾ ആ മുകൾ ഭാഗം അവിടെ അതിൻ്റെ ഉള്ളിൽ ആ സ്റ്റോറേജ് സ്പേസ് നല്ല വൃത്തിയായിട്ടിരിക്കുകയാണ്. ഇത് കിച്ചനകത്തുള്ള ഡിഷ് ഡ്രൈയിങ് റാക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങൾ ഇതേപോലെ കഴുകി മറ്റേ വർക്ക് ഏരിയയിൽ വെച്ച് ബാക്കിയുള്ള അതിൻ്റെ ഉള്ളിലെല്ലാം കൊള്ളില്ല. വർക്ക് ഏരിയയിൽ ഇരിക്കുന്നതിൽ ചെറിയ റാക്കല്ലേ, അത് നമുക്ക് ഡെയിലി യൂസിനുള്ള അത് അധികം ഉണ്ടാവുക. കുറച്ചൊക്കെ പാത്രങ്ങൾ ഇങ്ങനെ കിച്ചനകത്ത് കൊണ്ടുവന്ന് വയ്ക്കും. ചിലവർ ചോദിക്കുന്നതാണ് ബാസ്ക്കറ്റ് പോലെയുള്ള ഇങ്ങനെ ബോക്സ് അല്ല വേറൊരു ടൈപ്പില്ലേ ഇങ്ങനെ ഡിഷ് ഡ്രൈയിങ് റാക്ക് ഇങ്ങനെ ഇതിലൊക്കെ കാണാം, അങ്ങനത്തെ ഒക്കെ വഹിച്ചുകൂടെ? പക്ഷേ എനിക്ക് അങ്ങനത്തേനോടൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഇത്ര പാത്രങ്ങളെ എനിക്കുള്ളൂ, കുറച്ച് പാത്രങ്ങളെ എനിക്കുള്ളൂ ഡെയിലി യൂസ് ചെയ്യാൻ. പിന്നെ നമ്മൾ എന്തിനാ ഇങ്ങനെ അനാവശ്യമായിട്ട് എല്ലാ സൗകര്യങ്ങളും നോക്കി ഇങ്ങനെ അത് ചിലർക്ക് ഇഷ്ടമായിരിക്കാം, അതായിരിക്കും. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇത്ര ചെറുതിലൊക്കെ ഇങ്ങനെ കൊടുന്ന് വെക്കുന്ന കാണുമ്പോൾ ഇങ്ങനെ അവർക്കിങ്ങനെ തോന്നുന്നുണ്ടാവും അതുകൂടി വെച്ചൂടെ എന്നുള്ളതൊക്കെ. പക്ഷേ എനിക്കിഷ്ടം ഇങ്ങനെയാണ്. എനിക്ക് ഒരുപാട് പാത്രങ്ങൾ കാണുന്നത് അത്ര ഇഷ്ടമല്ല. ഒരുപാട് ഇങ്ങനെ പാത്രങ്ങൾ വെച്ച് ഇല്ല. അപ്പോൾ ചെറിയ ഈ ഐക്കേൻ്റെ റാക്കില്ലേ ഡിഷ് ഡ്രൈയിങ് റാക്ക്, അതെനിക്ക് ചെറുതാണ്, പക്ഷേ എനിക്കത് മതി. എനിക്ക് കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ. പിന്നെ മറ്റേ ഓരോ സാധനങ്ങൾ നമുക്ക് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വെക്കും തോറും നമ്മളുടെ സൗകര്യങ്ങൾ കുറഞ്ഞു പോകണ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു സ്ഥലം വേണം അത് അങ്ങനത്തെ ഓരോന്നെടുത്ത് വെക്കണമെങ്കിൽ. എനിക്ക് അതിന് മാത്രം പാത്രങ്ങളില്ല. ഇന്ന് അടിച്ചു വാരൽ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം തുടച്ചതാണ്, അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിടുന്നേ ഉള്ളൂ. പിന്നെ ഈ തെങ്ങിൻ്റെ ചൂല് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ചില ദിവസം മാത്രമേ ബ്രഷ് കൊണ്ട് യൂസ് ചെയ്യുള്ളൂ. അധികം തെങ്ങിൻ്റെ ചൂല് അത് പെട്ടെന്ന് എനിക്ക് പണി കഴിയും. പിന്നെ ചിലത് ചോദിക്കും ടൈൽസ് കേടുവരില്ലേ? ടൈൽസിനൊന്നും ഒരു കേട് വരില്ല. ടൈൽസ് അങ്ങനെ കേട് വരികയാണെങ്കിൽ അത് നമുക്ക് മോശം ടൈൽസാണ്. ഒരു ചൂല് വെച്ചിട്ട് അടിച്ചു വാരി അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ടൈൽസ് കേട് വരിക പറഞ്ഞാൽ ആ ടൈൽസ് അത്രയും മോശപ്പെട്ട ടൈൽസ് ആയിരിക്കണമല്ലോ. ഈ ലക്കി ബമ്പ് 2 ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ. ഞാനത് ടാഗ് ചെയ്ത് വെക്കാം. പിന്നെ ഇത് ഇങ്ങനെ ഭയങ്കര ലെക്ക് വരാനോ ഒന്നും അങ്ങനെ വിചാരിച്ചിട്ട് വെച്ചതൊന്നുമല്ല. മൊത്തം പച്ചപ്പ് ഹരിതാപമൊക്കെ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് വീട്ടിനകത്ത് ആ ഒരു രീതിയിൽ മാത്രം വെച്ചതാണ്. അല്ലാണ്ട് അതിന് ഇന്ന പ്ലേസിൽ വെക്കണം ഇങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഓരോ എന്തൊക്കെയോ ഒരു വിശ്വാസങ്ങളൊക്കെ അനുസരിച്ച് വെക്കുന്നതൊക്കെ നല്ലത്. അവർക്ക് അങ്ങനെ വിശ്വാസമുള്ളവർ അങ്ങനെ തന്നെ വെക്കണം, അല്ലെങ്കിൽ നമുക്കതൊരു മനസ്സമാധാനക്കേടായിരിക്കും. ഞങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങൾ അതുണ്ടെങ്കിലും മനസ്സമാധാനം കളയുന്ന തരത്തിലുള്ള വിശ്വാസങ്ങളിലൊന്നും അങ്ങനെ അതിലേക്കൊന്നും ഒരുപാട് പോകാറില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒരു ഭംഗിക്ക് വെക്കുന്നതാണ്. ചിലപ്പോൾ അതിൻ്റെ ഒരു കമ്പൊക്കെ ഉണങ്ങും. അപ്പോൾ പിന്നെ ആ കമ്പ് ഉണങ്ങിയിട്ട് അയ്യോ ഈ കമ്പ് ഉണങ്ങിയാൽ വേറെ വല്ല പ്രശ്നം വരുമോ എന്നും വിചാരിക്കുന്ന അങ്ങനെ രീതിയിലേക്കൊന്നും വിചാരം പോവാത്ത രീതിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു കമ്പ് ഉണങ്ങിയാൽ വല്ല പ്രശ്നമാവുമോ എന്ന് വിചാരിക്കുന്നവരൊന്നും പിന്നെ ഇത് വെക്കരുത്. ഇതിൻ്റെ ചിലപ്പോൾ ഒരു കമ്പൊക്കെ ഉണങ്ങിയാൽ ഞാൻ കൈ നിർത്തിടും. അതൊന്നും പ്രശ്നമില്ലാത്ത രീതിയിൽ കണ്ടാൽ മതി. അങ്ങനെയുള്ളവർക്ക് നല്ലതാണ്, നല്ല ഭംഗിയിലുണ്ടായിരിക്കും. ഇതിപ്പോൾ ഇത് കൊടന്ന് വെച്ചിട്ട് ഇതിന് 1-2 കമ്പ് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ കോട്ടയാടിലുള്ള ചെടികളെല്ലാം ഇങ്ങനെ സെൻറ്ററിലേക്ക് വെക്കാം. നല്ല മഴയൊക്കെ കൊണ്ടിട്ട് അവരൊക്കെ ഒന്ന് ഉഷാറാവട്ടെ. മഴവെള്ളം തട്ടിയ ഒരു പ്രത്യേകതയാണ് ചെടികൾക്ക്. നമ്മൾ നനച്ചു കൊടുത്തിട്ട് വളരുന്ന പോലെ അല്ലല്ലോ. അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ നടുക്കിലേക്ക് എടുത്ത് വെച്ചതാണ്. വേണമെങ്കിൽ 4 കോർണറിൽ ഇനി വേറെ ചെടികളൊക്കെ കൊണ്ടുവന്ന് വെക്കാം കേട്ടോ. ചിലപ്പോൾ ഞാൻ വെക്കും, അല്ലെങ്കിൽ ഇതും കൂടെ തന്നെ നീക്കി വെക്കും. ഇവിടുത്തെ വർക്ക് ഇങ്ങനെയാണ്. നേരത്തെ അന്ന് ഞാൻ കാണിച്ചതിന് മനസ്സിലായി അറിയില്ല. ഫ്രണ്ടിൽ നിന്ന് തന്നെ നെറ്റുണ്ട്. ഇതെല്ലാം ഇനിയും വർക്ക് ഉണ്ട്. ഇവിടെ സീലിംഗ് ചെയ്യാനുണ്ടല്ലോ പോർച്ചിന്. അത് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറേ ദിവസമായി, ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതിൻ്റെ കമ്പിയും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. ഇതല്ലേ ഡൈനിങ്. അവിടെ നിന്ന് ഈ അറ്റം വരെ ഇവിടെ ഈ അറ്റത്താണ് ഒരു നെറ്റിൻ്റെ ഡോർ വന്നിരിക്കുന്നത്. ഞങ്ങളിവിടെ കേർട്ടൻ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. കേർട്ടൻ ഇഷ്ടമല്ല ഇവിടെ ഈ ഒരു ഗ്ലാസിൻ്റെ അവിടെ. അപ്പം ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ എല്ലാം നിറയെ ചെടികൾ വെക്കുക, ഗ്ലാസിൻ്റെ ഇതിൽ കൂടെ നല്ലതായിട്ട് കാണുക എന്നുള്ളതാണ് ഈ ചെടികളെല്ലാം. പിന്നെ ഇതെല്ലാം ടഫൻ ഗ്ലാസ്സാണ്, ലാമിനേറ്റഡ് ടഫൻ ഗ്ലാസ്സാണ്. അപ്പോൾ സേഫ്റ്റി ഇഷ്യൂസ്
കാണുന്നവർക്ക് ഗ്ലാസ് കാണുമ്പോൾ ഒരു പേടി മാത്രമേ ഉള്ളൂ, അല്ലാണ്ടൊന്നുമില്ല. നിറയെ ചെടികൾ വെക്കാം, ഇവിടെ നല്ല എന്തെങ്കിലും ക്രീപ്പേഴ്സൊക്കെ കൊടുക്കാം, അങ്ങനെയൊക്കെ. പിന്നെ ഇവിടെയൊക്കെ നിറച്ച് ചെടികൾ വെക്കണേ. ഇവിടെയൊക്കെ നിറയെ ചെടികൾ. ആ ഇതിൽ ഈ ചെടിയില്ലേ, ഈ ഇരിക്കുന്ന ഈ ചെടികൾ നിറച്ച് ഇപ്പുറത്ത് കൊടുക്കും. ആ കാർട്ടൺ പ്ലാന്റ്സും കൂടിയിട്ട് അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇതുവരെ അങ്ങനെയൊക്കെയാണ് പ്ലാൻ. എന്നിട്ട് കുറച്ചുകൂടി അധികം എന്തെങ്കിലുമൊക്കെ ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ ആണ് സെറ്റ് ചെയ്യാൻ. വലിയ ട്രോപ്പിക്കൽ ഗാർഡൻ ഒന്നും അല്ല, എന്നാലും നമ്മുടെ ഒരു രീതിക്ക് അനുസരിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ട്രോപ്പിക്കൽ ചെടികളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഗാർഡൻ. പിന്നെ ഒരു ബൊഗെയിൻവില്ല കൂടി ഇതിൻ്റെ നടുക്ക് വെക്കണമെന്നുണ്ട്. മഴ ചെറുതായിട്ട് തുള്ളി ഇടുന്നുണ്ട്. അപ്പം എന്നാൽ ഡ്രസ്സുകളൊക്കെ ഇനി അകത്തിരിക്കട്ടെ. അകത്തെ പണികളൊക്കെ കഴിഞ്ഞല്ലോ, ഇനി ആ വർക്ക് ഏരിയയിൽ പണികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് അവിടെ തന്നെ വെക്കും. ചിലപ്പോൾ ഫാൻ ഇട്ട് വെക്കും, പെട്ടെന്ന് ഉണങ്ങിക്കോളും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ തുണി ഉണക്കൽ. പിന്നെ തുണി ഉണക്കാൻ നമ്മൾ വേറൊരു സ്ഥലം കണ്ടെത്തുക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ വർക്ക് ഏരിയ കുറച്ചുകൂടി വലുതാക്കിയിട്ടോ അല്ലെങ്കിൽ പുറത്തേക്ക് കുറച്ച് ഷീറ്റ് ഇട്ടിട്ട് അത് ക്ലോസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് സൗകര്യങ്ങളുണ്ടായിരിക്കും. പക്ഷെ അതിങ്ങനെ നമ്മുടെ സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ചിട്ട് വീടിൻ്റെ വലിപ്പം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് വേണ്ട. എനിക്കിപ്പോൾ അത് കുഴപ്പമില്ല. നമ്മൾ വാഷിംഗ് മെഷീനിലിട്ടിട്ട് അലക്കുന്നതല്ലേ, അങ്ങനെ ആ വർക്ക് ഏരിയയിൽ ആ സ്റ്റാൻഡ് വെച്ചിട്ട് ഉണക്കി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഉണങ്ങിക്കോളും. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് ഇങ്ങനെ 2-3 മാസം ഈ സ്റ്റാൻഡ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കേണ്ടി വരും. ഇനി വീടിന് അത്യാവശ്യമായിട്ട് ചെയ്യാറുള്ള ഒരു കാര്യം, വർക്ക് ഏരിയയിൽ നമ്മൾ ആ ടൈൽസിൻ്റെ അവിടെയൊക്കെ നിറയെ മുകളിൽ നിന്ന് മണ്ണ് വന്നിട്ട് ഇങ്ങനെ, ഇപ്പം ഞാൻ ആ വീഡിയോയിൽ കാണിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാകും. ഇത് വേണ്ട, അത് ആ ഭാഗത്തൊരു ചെറുതായിട്ട് വെട്ടുകല്ലൊക്കെ വെച്ചിട്ടൊരു പടുത്ത്, ഒരു മതിലല്ല, അങ്ങനെ പടുത്ത് ഒരു രീതിയിൽ ചെയ്യണം. അപ്പോൾ വെള്ളം മുകളിൽ നിന്നുള്ളത് ഒലിച്ചിറങ്ങില്ല. ഈ മണി പ്ലാന്റ് ഇല്ലേ, ഇത് എനിക്ക് കുമ്പിടിയിലുള്ളൊരു കുട്ടി തന്നതാണ്. ഇതുവരെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. അത് അമ്മയുടെ അടുത്ത് കൊടുത്ത് ഏൽപ്പിച്ച് പോയതാണ്. ഇതിൻ്റെ കൂടെ വേറെ കുറച്ച് ഗിഫ്റ്റ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അവളെ ഒരു ദിവസം നേരിട്ട് കാണണം. ഞാൻ കുമ്പിടി ചെല്ലുന്ന ദിവസം ഇനി പറഞ്ഞിട്ട് ഒന്ന് മീറ്റ് ചെയ്യണം. അപ്പോൾ അവൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ അവളെ തന്നെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അവളുടെ പേര് തപ്ഷി എന്നാണ്. ഈ ഗിഫ്റ്റ് എനിക്ക് തന്നത്, ഇതിന് കൂടെ വേറെ ഉണ്ട് കേട്ടോ ഗിഫ്റ്റുകൾ. അത് ഞാനിപ്പോൾ കാണിച്ചിട്ടില്ല എന്ന് മാത്രം. ഞാനിപ്പോൾ മണി പ്ലാന്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇത് തന്നത് ജനുവരിയിലാണ്. അന്ന് ഈ പ്ലാന്റ് കുഞ്ഞതായിട്ടിരിക്കുന്നത്. ഇപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും ഇതിൽ കൂടെ കാണുമ്പോൾ. അന്ന് അവൾ തന്നത് ഇപ്പോൾ ഞാനിങ്ങനെ വീടിനകത്ത് ഇങ്ങനെ വെച്ച് അതിങ്ങനെ ഇടയ്ക്ക് ഒരു ദിവസം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം അത് കണ്ടപ്പോൾ, ഞാൻ തന്ന ആ പ്ലാന്റ് അത് അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ ഒന്നുകൂടി എടുത്ത് കാണിക്കട്ടെ, ഒന്നുകൂടി വീഡിയോയുടെ ക്യാമറയ്ക്ക് അടുത്ത് പിടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.